ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ദൈവാനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു, 3 ഓഫ് കപ്സ്, ദ മജീഷ്യൻ, പേജ് ഓഫ് വാൻസ്, Ten of Cups, the Emperor, 9 of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ എന്തിനെയോ ചൊല്ലിയിട്ട് സാമ്പത്തികമായ കാര്യങ്ങളാവാം, ഇനി അതുമല്ല എങ്കിൽ മറ്റ് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളെക്കുറിച്ചാവാം, എന്തൊക്കെയോ ചില കാര്യങ്ങളെ ചൊല്ലി അതിനെക്കുറിച്ച് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കിടുന്ന എനർജിയാണ്. വഴക്കിട്ടിട്ട് ഒരാൾ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നൊരു പിന്മാറ്റമാണ് സംഭവിക്കുന്നത്. കണ്ടല്ലേ, ഇത്ര സ്നേഹമായിട്ട് ഇരുന്നിട്ട് ഇവിടെ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ഞാനിനി ഇല്ല, നിങ്ങളോടൊപ്പം ഞാനിനി ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലായ കൂട്ടുകെട്ടായാലും, അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിലെ തന്നെ കൂട്ടുകെട്ടായാലും ശരി, ജീവിതത്തിൽ തന്നെ ആയാലും നിങ്ങളോടൊപ്പം ഇനി ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന എനർജിയാണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വേർപാടെന്ന് പറയുന്നത് ഇവിടെ അല്പം വേർപാടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വേർപാടെന്ന് പറയുന്നത് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നതല്ല. എന്തിനു വേണ്ടിയിട്ടാണോ, സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ, അഥവാ ഇനി ഏതെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ടാണോ, അതുമല്ല ഇനി സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുള്ളത്, നിങ്ങളുടേതായ പ്രശ്നം ഇനി ഇതിൽ ഏതെങ്കിലുമൊക്കെ ആണോ, അവിടെ നിങ്ങൾ ഇത് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്, സ്നേഹമായാലും സാമ്പത്തികമായാലും മറ്റു പല കാര്യങ്ങളായാലും നിങ്ങളോടടുത്ത് തന്നെ ഉണ്ട്. ഇല്ല എന്ന് കരുതി നിങ്ങൾ പരസ്പരം വഴക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേർപിരിയലാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് മാസങ്ങളാവാം, കുറച്ച് മാസങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ എടുക്കാം. ഇപ്പോൾ പെൻറ്റക്കിളല്ലേ, പെൻറ്റക്കിൾ എർത്ത് സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി, ചിലപ്പോൾ ഒരു വർഷമെങ്കിലും എടുക്കാം. അതുമല്ല എങ്കിൽ കുറച്ച് സമയമെടുക്കാം. എന്നിട്ട് വീണ്ടും തിരികെ നിങ്ങൾ തന്നെ ഒന്ന് ചേരും. വീണ്ടും നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ പുതിയ സ്നേഹം പുതുക്കും. സ്നേഹമാണെങ്കിൽ അത് പുതുക്കും. മറ്റു പല പ്രശ്നങ്ങളാണെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ പെൻറ്റക്കിളല്ലേ, ഇവിടെയും പെൻറ്റക്കിളിന്റെ എനർജി തന്നെയാണ്, സാമ്പത്തികപരമായ കാര്യങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ അതുമല്ലെങ്കിൽ ജോലി ചെയ്യാനോ അവിടെ നിന്നും സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് ഏൺ ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്വപ്നം ഇവിടെ സഫലമാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ഒരുപാട് സമൃദ്ധിയുടേതായ അടയാളങ്ങളാണ് കാണുന്നത്. അപ്പോൾ സമൃദ്ധിയുടേതായ എനർജി നിങ്ങളിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന കാര്യത്തെ എത്തിപ്പിടിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ദൂരദേശത്ത് നിന്നും കണ്ടില്ല, ഇവിടെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ സ്നേഹമാണ് കൂടുതലായിട്ട്, ഹൃദയപരമായ ഇമോഷൻസ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് സ്നേഹത്തെയാണ് കാണിക്കുന്നത്. കപ്പല്ലേ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ഒരുപാട് കണ്ടില്ലേ, ഇവിടെ ഒത്തിരി സ്നേഹമാണ്. റോസ്
ഫ്ലവേഴ്സ് ആണ് ഇവിടെ ചുറ്റിനും നിൽക്കുന്നത്. ചുറ്റിനും കാണിച്ചിരിക്കുന്നത് ഫ്ലവേഴ്സിനെയാണ്. ഇവിടെ പ്യൂപ്പ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകണം. എന്ത് മുന്നോട്ട് പോകണമെന്നാണ്? നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധമാണ്. ഒന്നുകിൽ ഇത് പറയണം, മനസ്സിലായി, ഇതിന്റെ ഒരു ആരംഭമായിരിക്കാം. ചിലപ്പോൾ സ്നേഹം പറയുന്നതിൻ്റെതായ ഒരു ആരംഭമായിരിക്കും. ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, അത് ദൂരദേശത്തു നിന്നും വരുന്നു, അല്ലെങ്കിൽ അവരെ കാണാൻ വരികയാണ്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. ഇത് വല്ലാത്തൊരു റൊമാൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. റൊമാൻസ് പടിവാതിലിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത് പറഞ്ഞാൽ മാത്രം മതി. ഇനി അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവസരമാകാം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോഗ്രസിന് ഉതകുന്നത്. നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കാര്യമാകണോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണോ, അങ്ങനെയും വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഇതൊരു അവസരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. ഏത് വിധത്തിലുള്ള അവസരവുമാകാം ഇവിടെ. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തിൻ്റെതായ ആധിക്യമാണ് കാണുന്നത്. അപ്പോൾ സ്നേഹം കൂടുതൽ ഒരാളിനോട് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യണം എന്നുള്ള ചിന്തയല്ലേ വരുന്നത്. ഇതിനെയും ചിലപ്പോൾ പിരിഞ്ഞു പോയ ചില ആൾക്കാരെ കാണാനായിരിക്കാം, കുറെ കാലം കൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ളവരെ കണ്ട് സർപ്രൈസ് കൊടുക്കാനായിരിക്കാം. ഈ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അവർ നേരത്തെ തന്നെ ഉദ്ദേശിക്കുന്നതായിരിക്കാം. അങ്ങനെ പെട്ടെന്നൊരു സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇത്. അപ്പോൾ ഇത് ഏത് കാര്യങ്ങളിലും ആവാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളിലേക്ക് ചീറ്റിങ്ങിനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നുണ്ടാവാം. കാരണം സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന മുതൽ സ്വയം മോഷ്ടിക്കുന്ന എനർജി ആവാം. ഒന്ന് നമ്മളിത് വെച്ചോ, ഇത് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ തന്നെ അവർ തന്നെ അതിനെ കട്ടെടുക്കുന്ന എനർജി, മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല. ചതിക്കുന്നവർ, നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നവർ, കൂടെ നടന്ന് കാലേ ചവിട്ടുന്നവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്രമാത്രം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാലും നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു ചീറ്റിംഗ് കാണിക്കുന്ന എനർജി. ചിലപ്പോൾ സ്നേഹം നടിച്ചിട്ടാവാം, ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിംഗ് ആവാം. സ്നേഹം നടിച്ച് ചിലപ്പോൾ സാമ്പത്തികം തട്ടിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും അല്പം ചീറ്റിങ്ങിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നു പല എനർജിയും. അത് നിങ്ങളിലേക്ക് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആരും അനുഭവിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 3 കപ്സ് ഉണ്ട്. 3 കപ്പുകളും നിറഞ്ഞ എന്തുണ്ട്, കാര്യങ്ങളുണ്ട്, സ്നേഹമുണ്ട്. 3 കപ്പുകളും നിറച്ച് സ്നേഹമാണ്. പക്ഷെ ഇവിടെ 3 പേരുണ്ട് താനും ആരും ഇവിടെ അനുഭവിക്കുന്നില്ല. അത് മൊത്തം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരാളിന്റെ മുൻപിൽ ഒരു കപ്പ് മുഴുവനും മറിഞ്ഞിടക്കും, ഇവിടെ ഒരാളിന്റെ മുൻപിൽ ഒരു കപ്പ് മുഴുവനും മറിഞ്ഞ, പക്ഷെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അത് തന്നെയാണ്, അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതൊരാൾ ഇടിച്ചു കയറിയതാണ്. സാധാരണ ചില കാർഡുകളിലൊക്കെ 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്ക് സെലിബ്രേഷൻ്റെതായ കാർഡാണ് വരുന്നത്. പക്ഷെ ഇവിടെ പല കാർഡുകളിലും പലതരത്തിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും ആരും അനുഭവിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. കപ്പിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം രണ്ടുപേർ നല്ല വിധത്തിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയതാണ്. അതിനിടയിൽ മൂന്നാമതൊരാൾ കടന്നു കയറിയപ്പോൾ ഇവിടെ 3 പേർക്കും ഈ സ്നേഹത്തെ ശരിയായ വിധത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. 3 പേർക്കും മനസ്സിന് ശാന്തത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. അത്തരം ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, കണ്ടല്ലേ, ഇവിടെയും മറിഞ്ഞു പോകുന്നു, ഇവിടെയും മറിഞ്ഞു പോകുന്നു. ഇതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ നോക്കി നിൽക്കുന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസമാധാനത്തെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. മനസമാധാനം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കാര്യമാണെന്ന് ആലോചിക്കണം. അതായത് നിങ്ങൾ സ്വയം ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ
നിങ്ങൾക്ക് മനസമാധാനത്തെ കെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളതൊന്ന് റിയലൈസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ മനസമാധാനത്തെ കെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലായി? അല്ലാതെ മറ്റാരും കൊണ്ടുവരുന്ന ഒരു ബാഡ് എനർജി അല്ല ഇത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഓർത്തിട്ടാണ്. ഇവിടെ മറ്റുള്ളവരെ ഓർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവർക്ക് ഇട്ട എഫേർട്ട് ഒരു ഫലവും ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്കൊരു ഫലവും കിട്ടുന്നില്ല. അതുകൊണ്ട് കാരണം നിങ്ങൾ പിന്നെ വിചാരിക്കുകയാണ് ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർക്ക് ഞാനത് സാധിച്ചു കൊടുത്തത്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊടുത്തതാണ്. പക്ഷെ അവർ എന്നെ പിന്നെ തിരക്കുന്നതേ ഇല്ല, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സ്മരണ പോലും അവർക്കില്ലാതെ പോകുന്നു. ഇതാണ് നിങ്ങൾ പലപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്ന ഒരു കാര്യം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ എനർജി കളയാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. അപ്പോഴറിയാം അതിന്റെ വ്യത്യാസം. അപ്പൊ നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ മനസമാധാനം തിരികെ കിട്ടും. മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകും, എന്നിട്ട് കയ്യിലിരിക്കുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തും, ഒരുപാട് സ്നേഹം കൊടുക്കും, അവർക്ക് ഒരുപാട് എനർജി അവർക്ക് വേണ്ടി ചെലവഴിക്കും. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം കണ്ടുപോയി. നിങ്ങൾ ഇവിടെ മനസമാധാനമില്ലാതെ ഇരിക്കുകയാണ്. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്, എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം. മനസ്സിലായോ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്നോടൊരു സ്നേഹമില്ലാതെ പോയല്ലോ, അവർക്ക് അങ്ങനെ ഒരു സ്മരണ ഇല്ലാതെ പോയല്ലോ, എന്നാലും ഇത് കുറെ കടുപ്പമായി പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ്. മനസ്സിലായ? അത് അങ്ങനെയാണ് നമ്മുടെ മനസമാധാനത്തെ നമ്മൾ സ്വയം കെടുത്തുന്നത്. ഇനി മേലിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പോകരുത്. ഒരു ദുഃഖം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാത്ത പാടെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ആകെപ്പാടെ തകരാറിലാവും. പിന്നീട് അവർക്ക് അവരുടെ കാര്യം സാധിച്ചു, അവർ പോയി. മനസ്സിലായി? അതുകൊണ്ട് ഒരിക്കലും ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അവിടെ മനസമാധാനം നഷ്ടപ്പെടുന്നത് നിങ്ങളുടേതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടത് എന്താണ്? മനസമാധാനമാണ്, അല്ലേ? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഉറക്കം വരുമോ? ഉറക്കം വരില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് സ്വന്തം ജീവിതത്തിലേക്ക് കൊടുത്തു നോക്കൂ. എത്രമാത്രം സന്തോഷമായി ജീവിക്കാം എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കാൻ പോകാതിരിക്കുക. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായത്? നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണിത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മജിഷ്യന്റെ എനർജിയാണ്. കണ്ടല്ലോ, ഇവിടെ മജിഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്യൂപ്പയിൽ നിന്നും പുഴുവായി ബട്ടർഫ്ലൈ ആകുന്ന ഒരു എനർജിയാണ്. കാരണം എഫേർട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മുന്നോട്ട് വളർച്ച വരികയാണ് ഇവിടെ. ഈ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വലിയ ഒരു വളർച്ചയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു രൂപമാണ് പിന്നീട് കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ മജിഷ്യൻ എന്താണ് ചെയ്യുന്നത്? മാനിഫെസ്റ്റ് ചെയ്യുന്നു പല കാര്യങ്ങൾക്കും. നിങ്ങൾ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടി ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടോ? സാമ്പത്തികത്തിന് വേണ്ടിയാണോ? സ്നേഹത്തിന് വേണ്ടിയാണോ? അഥവാ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വന്നു ചേരും. ഒത്തിരി പ്രശസ്തിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും, നല്ല പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കും, അതുപോലെ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കവും നിങ്ങൾക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് അതിലേക്ക് വരാൻ സാധിക്കും. സ്വയം ഒരു തുടക്കം കുറിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു സ്പിരിച്വൽ വേയിലൂടെ പോകാം. ആ സ്പിരിച്വൽ വേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരും. മനസ്സിലായി? അത് നിങ്ങളുടെ ഭൗതികപരമായ ജീവിതത്തിൽ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്.
ആ ഭൗതിക ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരിക, മനസ്സിൽ ശുദ്ധത നിറയ്ക്കുക എന്നുള്ളതാണ്. മനസ്സ് പ്യുവറായിരിക്കണം. ആ പ്യുവറായിട്ടുള്ള മനസ്സിലാണ്, ഹൃദയത്തിലാണ് ദൈവികമായ അനുഗ്രഹം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും എനിക്ക് ഇപ്പോഴുള്ള ഈ ഒരു അഭിവൃദ്ധി എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായെന്ന് പറയുന്നത് പോലെയാണ് മജീഷ്യന്റെ വളർച്ച. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് മജീഷ്യൻ ഇത്രമാത്രം പേര് കേൾക്കുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ തുടങ്ങൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ 9 ഓഫ് വാൺസിന്റെ എനർജിയാണ് നമുക്ക് നോക്കാം. ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് നമുക്ക് ഇതാണ്. പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ആവേശം. എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആവേശം ഉണ്ടായിരിക്കണം. വാൺസ് അല്ലേ, വാൺസ് ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. ഇവിടെ തീ ആളിക്കത്തുകയാണ്, ഫയർ ഇവിടെ കത്തിക്കഴിയുകയാണ്. മനസ്സിലായി. ഇത് എവിടെയാണ് ഇത് കത്തുന്നത്? ഉള്ളിന്റെ ഉള്ളിലാണ് ഇത് കത്തുന്നത്. ഇവിടെ ഫയർ കത്തുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത് എവിടെയാണ് ഇത് കത്തുന്നത്? ഉള്ളിന്റെ ഉള്ളിലാണ് ഇത് കത്തുന്നത്. കാരണം എനിക്കിത് ചെയ്യണം, ഇന്നത്തെ ഈ ജോലിയിലേക്ക് എനിക്ക് പോകണം, എനിക്ക് ഇന്നതുപോലെ ഇന്ന് ഈ ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ആവേശമാണ് ഇവിടെ. അത് മനസ്സ് കുറച്ച് കോൺഫിഡൻസിലേക്ക് നീങ്ങുന്നു, കോൺഫിഡൻസ് ലഭിക്കുന്നു കൂടുതലായിട്ട്. എന്നാൽ മാത്രമാണ് ഈ ഒരു ആവേശവും കൈവരുന്നത്. രണ്ടും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം. അതുപോലെ തന്നെ തുടങ്ങി വെച്ചതിൽ എന്തുമാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് എല്ലാ ദിവസവും നോക്കുന്നു. തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം. അതിലൂടെ വരുന്ന ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അതുപോലെ തന്നെ മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് തുടങ്ങി വയ്ക്കണം എന്ന് അമിതമായിട്ട് ആവേശം കൊണ്ടിരിക്കുന്നു, ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങളെ കാണാൻ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളവർ നിങ്ങളോട് അടുത്ത് വരുന്നു എന്നുള്ളതാണ്. കുടുംബസഹിതം, ഒരു ഫാമിലി സഹിതം മുന്നോട്ട് സന്തോഷമായിട്ട് സ്നേഹത്തോടെ പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം. അത്രമാത്രം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി 10 കപ്സുകളും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരു തുടക്കവും വരാം. സ്നേഹവും സന്തോഷവുമായിട്ട് കഴിയാനുള്ള ആഗ്രഹമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിരിഞ്ഞുപോയ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം. എന്തെങ്കിലും കേസുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം കോംപ്രമൈസ് ആയി വരുന്നുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടാവാം. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരാനായിരിക്കാം. അതുപോലെ ഒന്നിച്ച് ചേരണമെന്ന് പറയാനായിരിക്കാം. ഇനി നമ്മൾ പിരിഞ്ഞിരിക്കാൻ പാടില്ല, ഇനി നമ്മൾ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ കുറച്ചൊക്കെ സന്തോഷം ലഭിക്കൂ, നീ പറഞ്ഞതെല്ലാം പുറത്ത് മുന്നോട്ട് പോകണം ഇനിയും എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ ചില സ്വപ്നങ്ങളുടെ ഒക്കെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എംപററുടെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കുന്നുണ്ട്. ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുത്തുന്നു, അത് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക്. 4 ആണ്, രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ്. മനസ്സിലായോ? അപ്പോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരത തരുന്നതാണ്. ചിന്തകളും പ്രവർത്തികളും എല്ലാം കടുകട്ടിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണുവിട മാറ്റമില്ല. ഒന്ന് പറഞ്ഞു പോയോ, ഒന്ന് പ്രവർത്തിച്ചു പോയോ, ഇതിലെല്ലാം സത്യസന്ധമായ ആ എനർജി ഉണ്ട്. പലരും പല വാക്കുകളും പറയും, പ്രവർത്തികളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും സമയത്തിന് മുന്നോട്ട് കൊണ്ടുപോവുകയില്ല. പക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു എനർജി വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വാക്കിനും പ്രവർത്തിക്കും വില കൽപ്പിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. ജീവിതത്തിനൊരു സ്ഥിരത കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു. ഒരു കൃത്യനിഷ്ഠയോടുകൂടി ചിലപ്പോൾ അത് രാവിലെ എഴുന്നേൽക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ നല്ലൊരു പദവിയിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. സ്വന്തം കാര്യത്തിൽ സ്വന്തം ഫാമിലിയെ എങ്ങനെ സാമ്പത്തികപരമായിട്ട് ഒരു വലിയ വ്യത്യാസങ്ങളും വലിയ പ്രശ്നങ്ങളില്ലാതെ
എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അത് കൃത്യനിഷ്ഠയോടുകൂടി പാലിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുടേതായ എനർജിയാണിത്. ഇനി സ്ഥിരത, ജോലി കാര്യങ്ങളിൽ സ്ഥിരത വേണമോ, നിങ്ങൾ എന്തെങ്കിലും PSCയുടെ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് ആഗ്രഹിച്ചിരിക്കുന്നോ, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി കൂടുതലായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ടെമ്പററി അല്ലാത്ത കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. ശമ്പളം ഇപ്പോൾ ടെമ്പററി ആയിട്ടാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ ഇപ്പോൾ ടെമ്പററി എനർജി ആണോ, അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങളെ എടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി അങ്ങനെയാണ്. ചിലപ്പോൾ ജോലി പെർമനന്റ് ആവും, ചിലപ്പോൾ സാലറി പെർമനന്റ് ആവുന്നു, അപ്പോൾ ഗവൺമെന്റ് ജോബ് ആയിരിക്കാം കിട്ടാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരത നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ. ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻസിന്റെ എനർജി എന്താണോ ഇവിടെ കാത്തു നിൽക്കുകയാണ്. വളരെയധികം ആകാംക്ഷയോടുകൂടി കണ്ണുകൾ കണ്ടില്ലേ, വളരെ ആകാംക്ഷയാണ് ഇതെവിടെ. എനിക്കത് വന്നു ചേരുമോ, ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടാവാം, റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം ഇവിടെ. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. കണ്ണുകൾ കണ്ടില്ലേ, ഒരുപാട് ആകാംക്ഷയുണ്ട് എന്തിനോ വേണ്ടി. അപ്പൊ ഈ ഒരു കാര്യം കൂടെ വന്നു ചേർന്നെങ്കിൽ മാത്രമേ ലൈഫിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നുള്ളൂ. ഇവിടെ കംപ്ലീഷൻ 9 വാൻസ് ഉണ്ട്, ഒരു കംപ്ലീഷൻ വേണം ഇവിടെ. എന്നാൽ മാത്രമേ ഇവിടെ ഈ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ കഴിയൂ. അപ്പോഴാണ് ഇവിടെ മാറ്റം ഉണ്ടാകുന്ന ജീവിതത്തിൽ ശരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ജോലി ആയിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. ഇത് വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരികയുള്ളൂ. സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രമാത്രം ആകാംക്ഷയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.